കേന്ദ്രമന്ത്രിയുടെ ലളിത ജീവിതമാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം. കേരളത്തിലെ ഒരു നേതാവിന്റെ വീട് പോയി നോക്കിയിട്ട് ഈ വീഡിയോ കാണണമെന്ന് തുടങ്ങുന്ന കുറിപ്പിനൊപ്പമാണ് ലളിത ജീവിതത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഈ ലളിത ജീവിതം നയിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. ഇത് പറയാനുള്ള കാരണം, നിർമ്മല സീതാരാമൻ പ്രായമായ തന്റെ പിതാവിനെ സന്ദർശിക്കുന്ന സാഹചര്യവും. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, തീരെ പഴക്കം ചെന്ന ഒരു വീട് എന്ന് തന്നെ പറയാം. അവിടെ ഒരു മുറിക്കുള്ളിലാണ് മന്ത്രിയും പ്രായമായ മന്ത്രിയുടെ അച്ഛൻ എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. ശ്രീമതി നിർമ്മല സീതാരാമൻ തന്റെ അച്ഛനെ കാണാൻ വന്നിരിക്കുന്നു, അവരുടെ വീടിന്റെ അവസ്ഥ കാണുക എന്നും പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ യാഥാർത്ഥ്യം ഒന്ന് അന്വേഷിക്കാം. കേന്ദ്രമന്ത്രി തന്റെ പിതാവിനെ വീട്ടിലെത്തി സന്ദർശിക്കുന്നതിന്റെ വീഡിയോ ആണിതെന്നും ഇത്രയും ലളിതമായ ജീവിതം നയിക്കുന്ന മറ്റൊരു നേതാവ് ഏതെങ്കിലും ഒരു പാർട്ടികളിൽ ഉണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് പോസ്റ്റിൽ. അതുകൊണ്ട് തന്നെ സെർച്ച് ടൂളുകളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ ഇതേ വീഡിയോ 2022 ഡിസംബർ 4 കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതായി കണ്ടെത്തി. അതിൽ പറയുന്നത് പ്രകാരം വാരണാസിയിലെ ശിവമഠം സന്ദർശിച്ചുവെന്നും മഹാകവി ഭാരതിയാരുടെ അനന്തരവന്റെ മകൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുമായി സംവദിച്ചുവെന്നുമാണ്. ഫേസ്ബുക്കിലും ഇതേ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. #കാശി തമിഴ് സംഗമം എന്ന ഹാഷ്ടാഗും പോസ്റ്റുകളിലുണ്ട്. വാരണാസിയിൽ നടന്ന കാശി തമിഴ് സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് 2022 ഡിസംബർ 2, 3 തീയതികളിൽ നിർമ്മല സീതാരാമൻ എത്തിയത്. ഡിസംബർ 3 ശിവമഠത്തിൽ സന്ദർശനം നടത്തുമെന്നും ഈ സന്ദർശനത്തിനിടെയാണ് മഹാകവിയുടെ കുടുംബാംഗങ്ങളുമായും കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതെന്നും കേന്ദ്രമന്ത്രിയുടെ കാശി സന്ദർശനവുമായി ബന്ധപ്പെട്ട പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇറക്കിയ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നതായും കണ്ടെത്തി. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് നിർമ്മല സീതാരാമൻ തന്റെ അച്ഛനെ സന്ദർശിക്കുന്നതോ ചിത്രത്തിൽ കാണുന്നത് അവരുടെ വീടോ അല്ല എന്നും കാശിയിലെ ശിവമഠത്തിൽ വെച്ച് മഹാകവി ഭാരതിയാറിന്റെ അനന്തരവന്റെ മകനുമായും മറ്റ് കുടുംബാംഗങ്ങളുമായും നടത്തിയ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് തെറ്റായി പ്രചരിക്കുന്നതെന്നും മനസ്സിലാക്കാം.